Lecture number 15, Magnetism. Magnet. എന്താണ് ഒരു മാഗ്നറ്റ്? A substance that attracts a piece of iron and steel is called a magnet, and this property of the material is called magnetism. ഇതിൻ്റെ അത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ്. ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് രണ്ട് തരമാണ്, നാച്ചുറൽ മാഗ്നറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. നാച്ചുറൽ മാഗ്നറ്റിൻ്റെ എക്സാമ്പിളാണ് ലോഡ് സ്റ്റോൺ. ഇത് ഈ പ്രാവശ്യത്തെ ഇലക്ട്രീഷ്യൻ്റെ പരീക്ഷയിൽ ചോദിച്ചിരുന്നതാണ്. നാച്ചുറൽ മാഗ്നറ്റിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ലോഡ് സ്റ്റോൺ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമുക്ക് രണ്ട് തരമുണ്ട്, ടെമ്പററി മാഗ്നറ്റ്സ് ആൻഡ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. ടെമ്പററി മാഗ്നറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് അയൺ ആണെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. ഓക്കെ, ഇനി ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽസ് like soft iron. The soft iron will behave as a magnet as long as current continues to flow in the solenoid. കറണ്ട് സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു അയൺ മെറ്റീരിയൽ will behave as a magnet. Once it is removed, once the magnetizing force is removed, they will lose nearly all magnetism. എല്ലാ മാഗ്നറ്റിസവും അതിൻ്റെ പോകും. അങ്ങനെ തന്നെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. പെർമനൻറ്റ് മാഗ്നറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. പിന്നെ സർട്ടൺ അലോയ്സ് ലൈക്ക് കൊബാൾട്ട്, ടങ്സ്റ്റൺ വിൽ റീറ്റെയിൻ മാഗ്നറ്റിസം ഈവൻ ആഫ്റ്റർ റിമൂവൽ ഓഫ് എ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാലും ആ മെറ്റീരിയലിൻ്റെ അകത്ത് കുറേ നേരത്തേക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണും. അതിനെയാണ് നമ്മൾ റെസിഡ്യൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ദസ് മേക്കിംഗ് ഇറ്റ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഓക്കെ, ദസ് മേക്കിംഗ് ഇറ്റ് പെർമനൻറ്റ് മാഗ്നറ്റ്. ആ ഒരു പ്രോപ്പർട്ടീനെ, അതായത് ആ മെറ്റീരിയലിൻ്റെ അകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റീറ്റെൻറ്റീവ്നെസ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ടു റീറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഈവൻ ആഫ്റ്റർ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് കോൾഡ് റീറ്റെൻറ്റീവ്നെസ്. ഇതിന് എക്സാമ്പിളാണ് സ്റ്റീൽ, ആൽനിക്കോ, നിക്കൽ, ടങ്സ്റ്റൺ ഒക്കെ. അപ്പം റീറ്റെൻറ്റീവ്നെസ് നടക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റിൻ്റെ അകത്താണ്? എപ്പോഴും പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അകത്താണ്. എന്താണ് റീറ്റെൻറ്റീവ്നെസ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിൻ്റെ അകത്ത് റിസൈഡ് ചെയ്യും. അങ്ങനത്തെ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ അകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് റിസൈഡ് ചെയ്യുന്ന ടൈപ്പ് പ്രോപ്പർട്ടീനെയാണ് റീറ്റെൻറ്റീവ്നെസ് എന്ന് പറയുന്നത്. അത് ഏത് മെറ്റീരിയലിൻ്റെ അകത്താണ്? പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റ്സ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റ്സിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണ് സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഓക്കെ, പാരാമാഗ്നറ്റിക്കിന് കുറച്ചുകൂടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറവാണ്. ഡയാമാഗ്നറ്റിക്കിന് തീരെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വളരെ വളരെ കുറവാണ്. കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത്. സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആർ കോൾഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഈ സൈ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞായിരുന്നു. സൈ ഇ ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. സൈ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. സൈ എം ഈക്വൽ ടു മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പം സൈ എം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതുപോലെ തന്നെ മ്യൂ ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഏതിന്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. റിലേറ്റീവ് പെർമിയബിലിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഇതിൻ്റെ അകത്ത് ലാർജ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആണ്. ഈ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അടുത്തത് റെസിഡ്യൽ മാഗ്നറ്റിസം പ്രസൻറ്റ്. ഒബ്വിയസ്ലി നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും ഫെറോ മാഗ്നറ്റ്സ്. അതിൻ്റെ അകത്ത് എങ്ങനെ പോയാലും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മാറ്റിക്കഴിഞ്ഞാലും മാഗ്നറ്റൈസിങ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാലും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പ്രസൻ്റ് ആയിരിക്കും. റെസിഡ്യൽ മാഗ്നറ്റിസം പ്രസൻറ്റ്. ദേ ലൂസ് ദെയർ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ്. ടെമ്പറേച്ചർ കൂട്ടും തോറും അവരുടെ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദേ ആർ നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്.
അടുത്ത പോയിന്റ്, ദേ ആർ നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇതിന് എക്സാമ്പിളാണ് അയൺ, നിക്കൽ, കൊബോൾട്ട് ആൻഡ് ദെയർ അലോയ്സ്. നിക്കൽ, കൊബോൾട്ട് ആൻഡ് ദെയർ അലോയ്സ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ കാര്യം അറിഞ്ഞിരിക്കണം. മ്യൂ ആർ ഗ്രേറ്റർ ദാൻ 1, psi m ഗ്രേറ്റർ ദാൻ 0. ഓക്കെ. അടുത്തത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെക്കാട്ടി കുറഞ്ഞ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളവരാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് ഓഫ് കോമൺ സ്ട്രെങ്ത് ആർ കോൾഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഇതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എങ്ങനെയാണ്? സസെപ്റ്റിബിലിറ്റി ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് മ്യൂ ആർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Okay, susceptibility, magnetic susceptibility is greater than 0, mu r is greater than or equal to 1. They are linear magnetic materials. Ferromagnetic material, non-linear magnetic materials ആണെങ്കിൽ paramagnetic material linear magnetic materials ആണ്, and they are temperature dependent. Temperature ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ എക്സാമ്പിളാണ് എയർ, ടങ്സ്റ്റൺ, പൊട്ടാഷ്യം, പ്ലാറ്റിനം, മാഗ്നീസ്, അലൂമിനിയം ആൻഡ് കോപ്പർ. ഇതിനകത്ത് നമുക്ക് PSCക്ക് ഈ എയർ എന്താണെന്ന് ചോദിക്കാം. എയർ ഈസ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ. ഇനി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, മൂന്നാമത്തെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ഓഫ് എ പവർഫുൾ സ്ട്രെങ്ത് ഒൺലി നോൺ ആസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളിടത്ത് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി റിപ്പല്ലിംഗ്. ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ഓഫ് എ പവർഫുൾ സ്ട്രെങ്ത് ആർ നോൺ ആസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വിൽ ബി ലെസ് ദാൻ 0 ആൻഡ് റിലേറ്റീവ് പെർമിബിലിറ്റി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി നമുക്ക് മ്യൂ ആർ ഈക്വൽ ടു 0.999 എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. റിലേറ്റീവ് പെർമിബിലിറ്റി 0.999 ആണെങ്കിൽ ഏത് ടൈപ്പ് മെറ്റീരിയലാണ്? ഡയാമാഗ്നറ്റിക് ആണോ, ഫെറോമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ എന്ന് പറഞ്ഞിട്ട് ഇത് മിക്കവാറും കാണുന്ന ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പം റിലേറ്റീവ് പെർമിയബിലിറ്റി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ diamagnetic material. Magnetic susceptibility should be less than 0. They have a linear magnetic materials and they are not temperature dependent. അവർക്ക് ലീനിയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊരിക്കലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. ഇനി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ബിസ്മത്ത് ആണ്. ഓക്കെ, ബിസ്മത്ത് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പിന്നെ അടുത്ത ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ് വാട്ടർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, സൾഫറൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ട്രീഷ്യൻ്റെ പരീക്ഷയ്ക്കകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആരാണെന്ന്. വാട്ടർ. ഓക്കെ. ഇനി മാഗ്നറ്റിസത്തിൻ്റെ ഒരു ഡയഗ്രാണ്. നമുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിന് എപ്പോഴും എങ്ങനെയാണ്? 2 പോളുണ്ട്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ് അല്ലേ? നോർത്ത് പോളിൽ നിന്ന് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ, ബട്ട് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിൻറ്റ് ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് അല്ലെങ്കിൽ റേഡിയലി ഇൻവേർഡാണ്. ഒരിക്കലും അതൊരു ലൂപ്പല്ല അല്ലേ? പക്ഷേ മാഗ്നറ്റിൻ്റെ അകത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ബട്ട് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അതുകൊണ്ട് തന്നെ ഇത് ലൂപ്സ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഈ മാഗ്നറ്റിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈനാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, MNA, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. മാഗ്നറ്റിന് പാരലായിട്ട് വരുന്നതാണ് മാഗ്നറ്റിക് ആക്സിസ്. ഇത് പറഞ്ഞു തരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DC മെഷീൻസ് ഒക്കെ പഠിക്കുമ്പം ഈ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വെച്ചിട്ട് ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാരഡേസ് ലോയുടെ കാര്യമൊക്കെ പറയുമ്പം ശരിക്കും നമുക്ക് തെറ്റിപ്പോകും. അടുത്ത വേവ് ഫോം പറയുമ്പം മാക്സിമം ഫ്ലക്സ് എവിടെ തെറ്റുന്നതെന്ന് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തെറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് നമ്മൾ വിചാരിക്കുന്നത് മാഗ്നറ്റിന് പാരലായിട്ട് ആ ലൈൻ പോകുന്നതെന്നാണ്. ഒരിക്കലുമല്ല, മാഗ്നറ്റിന് പെർപെൻഡിക്കുലറായിട്ടാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് DC മെഷീൻസ് എടുക്കുമ്പോൾ പറയാവേ.
ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് മോസ്റ്റ് ഡെൻസ് അറ്റ് ദ പോൾസ്. ഇവിടെ ആയിരിക്കും ഏറ്റവും ഡെൻസ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ, ഒരു മെറ്റീരിയൽ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ, ഏതോ ആയിക്കോട്ടെ, ഫെറോമാഗ്നറ്റിക് ആവട്ടെ, ഡയാമാഗ്നറ്റിക് ആവട്ടെ, പാരാമാഗ്നറ്റിക് ആവട്ടെ, ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ അത് നോൺ മാഗ്നറ്റായി. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 1. ലെസ് ദാൻ 1 ആവാം, ഗ്രേറ്റർ ദാൻ 1 ആവാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ 1 ഓർ ഗ്രേറ്റർ ദാൻ 1. അതുപോലെ തന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ക്യാൻ ബി ലെസ് ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ 0, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 1 ഫോർ റിലേറ്റീവ് പെർമിയബിലിറ്റി. നോൺ മാഗ്നറ്റിന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈക്വൽ ടു 0 ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈക്വൽ ടു 1. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം നോക്കാം. ഓക്കെ, താങ്ക് യു.